ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു സാറ്റർഡേ ഈവനിങ്ങും സൺഡേ ഒരു മോർണിംഗുമാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഇതിപ്പം സാറ്റർഡേ ഈവനിങ് ഞാൻ വെജിറ്റബിൾസ് ഓർഡർ ചെയ്ത് വന്നതാണ്. നമുക്കിവിടെ ഇങ്ങനെ പച്ചക്കറി ഇങ്ങനെ അരിഞ്ഞ് പാക്കറ്റിലാക്കി കിട്ടും. അപ്പോൾ ഞാൻ പച്ചക്കറി അരിഞ്ഞിട്ട് ഇവിടെ എനിക്ക് വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. വെയിലുള്ള സമയങ്ങളിലാണ് ആ വേസ്റ്റ് ഞാൻ ഉണങ്ങിയിട്ട് കത്തിച്ച് കളയായിരുന്നു. ഇപ്പം മഴയായപ്പം കത്തിക്കുക എന്ന് പറയുന്നത് നടക്കുകയില്ലല്ലോ. അപ്പോൾ എല്ലാം കൂടെ അളിഞ്ഞ് ഒരുമാതിരി പന്നലായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇപ്പം ഞാൻ അരിഞ്ഞ പച്ചക്കറികളാണ് വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കറി കട്ട്സ് എന്ന് പറഞ്ഞ ഒരു ടീമുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് അവർക്കൊരു ആപ്പുണ്ട്, അതുവഴി ഓർഡർ ചെയ്ത് വരുത്തുന്ന. അപ്പോൾ ഇത് ഞാൻ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അരിഞ്ഞത്. ഇപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണം, ക്യാരറ്റ്, ബീട്രൂട്ട് അരിഞ്ഞത്, കിഴങ്ങ്, ചേന, പച്ചച്ചീര, ചുമന്ന ചീര, അങ്ങനെ ഒരാഴ്ചത്തേക്കുള്ളതെല്ലാം ഞാനിങ്ങനെ വാങ്ങിക്കും ഒരു ദിവസം. എന്നിട്ട് ഈ തോരൻ്റെ കഷ്ണങ്ങൾ അല്ലെ അങ്ങനത്തെ ഇതെല്ലാം ഞാൻ ഫ്രീസറിലങ്ങ് സൂക്ഷിക്കും. ബാക്കിയുള്ളതെല്ലാം ഫ്രിഡ്ജിലും വെക്കും. അതായത് മല്ലിയില, പുതിന ഇല അങ്ങനത്തെയൊക്കെ ഫ്രിഡ്ജിൽ വെക്കും. തോരൻ്റെ ഐറ്റംസ് എല്ലാം ഫ്രീസറിൽ വെക്കും. ചേന ഇതൊക്കെ ഫ്രീസറിൽ വെക്കും. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഇതിപ്പോൾ ഞാൻ ഇന്നൊന്ന് ചോറ്റാനിക്കര അമ്പലത്തിൽ വരെ വന്നിരിക്കുകയാണ്. ഞങ്ങളൊരു 5 മണി കഴിഞ്ഞപ്പോഴത്തേനും വന്നു. ഞാൻ എപ്പോഴും ഒരു 5-5:30 ആകുമ്പോഴത്തേനും എത്താറുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, സ്വസ്ഥമായിട്ട് നമുക്ക് തൊഴുതിട്ടിറങ്ങാം. ഇപ്പം അകത്തേക്ക് വീഡിയോ എടുക്കാൻ കയറ്റില്ലല്ലോ, അപ്പോൾ അത് കാരണം തൊഴുത് തിരിച്ചിറങ്ങി തിരിച്ചിനി വീട്ടിലേക്ക് പോവാണ്. ഞാനും മോളും മാത്രമേ വന്നിട്ടുള്ളൂ ഇന്ന് അമ്പലത്തിലേക്ക്. ആൺപിള്ളേർ രണ്ടും വന്നിട്ടില്ല. ഇത് ചോറ്റാനിക്കരയിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ളതാണ്. രണ്ട് സൈഡും നല്ല പാടങ്ങളാണ്, നല്ല ഭംഗിയാണ് കാണാൻ. നിറയെ പച്ചപ്പെന്നൊക്കെ പറയില്ലേ. ഇവിടെ ഇറങ്ങി നിന്നൊന്ന് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഈ റോഡ് വീതി തീരെ കുറവാണ്. അപ്പം ഇന്ന് ശനിയാഴ്ച കൊണ്ട് ഒത്തിരി വണ്ടികളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിർത്തി ഇറങ്ങി എടുക്കാനുള്ള ഒരു ഇത് പോരാ. പിന്നെ ഞാൻ പാർക്കിങ്ങിന് അത്ര ഒരു എക്സ്പേർട്ടല്ല. ഞാൻ ഒത്തിരി സൈഡ് ചേർത്തൊക്കെ പാർക്ക് ചെയ്ത അവസാനം വണ്ടി പാടത്ത് പോകുമെന്നൊരു പേടിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇറങ്ങി നിന്നെടുത്തില്ല. പോകുന്ന വഴിക്ക് ഇങ്ങനെ കിട്ടുന്നതാട്ടെ എന്ന് വിചാരിച്ചു. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഈ വീഡിയോയിലൊന്നും അത്രയൊരു ഭംഗിയൊന്നും വന്നിട്ടില്ല. ശരിക്കും നല്ല രസം ഇത് കാണാൻ, ഭയങ്കര ഒരു വൈബാണ്. ഇപ്പം ഈ റോഡിൻ്റെ ഈ സൈഡിൽ മറ്റേ നമ്മുടെ സിമെൻറ്റും കൊണ്ട് ബെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അത് ഇങ്ങോട്ട് പോകുമ്പം അവിടെ കണ്ടോ സൈഡിൽ കെട്ടിയിട്ടുണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട്, ലെഫ്റ്റ് സൈഡിലായിട്ട് സിമെൻറ്റിൻ്റെ ബെഞ്ചുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പം ആളുകൾക്ക് അവിടെ ഇരിക്കാം. പാടത്തുനിന്നാകുമ്പോൾ നല്ല കാറ്റൊക്കെ വരുമല്ലോ, നല്ല സുഖമല്ലേ. ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു നരസിംഹസ്വാമി ക്ഷേത്രമാണ്. അപ്പം എന്തായാലും അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയല്ലോ എന്ന് വെച്ചിട്ട് നരസിംഹസ്വാമി ക്ഷേത്രത്തിലും തൊട്ട് ചേർന്ന് ഇതൊരു അയ്യപ്പൻ്റെ ക്ഷേത്രമാണ്. അപ്പം അവിടെയും കൂടെ വന്നും തൊഴുതിട്ട് പോകാമെന്ന് വെച്ച് നേരെ അങ്ങോട്ടേക്ക് പോന്നു. ഇത് അമ്പലക്കുളമാണ്. അവിടെ ആരോ കുളിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത്തിരി മാറി നിന്നാണ് എടുത്തത്. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോന്നു. ഇനിയിപ്പോൾ ഇന്ന് സൺഡേ മോർണിംഗ് ആണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം രാവിലെ നല്ല ലേറ്റായിട്ടാണ് എഴുന്നേറ്റിരിക്കുന്നത്. ഏകദേശം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എഴുന്നേറ്റിരിക്കുന്നത്. ഇപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൊണ്ട് ഇന്ന് നേരെ അങ്ങ് പുറത്ത് ഈ വരാന്ത അങ്ങ് വൃത്തിയാക്കിയേക്കാമെന്ന് വെച്ചു. ഇത് ഞാൻ എല്ലാ ദിവസവും ചെയ്തേ. സാധാരണ സ്കൂളിലെ ദിവസങ്ങളിൽ വർക്കിംഗ് ഡേയ്സിലൊക്കെ ഞാൻ രാവിലെ അടുക്കളയിലെ പണിയൊക്കെ ഒരു 7 മണി ഒക്കെ ആകുമ്പോഴത്തേനും ഒതുങ്ങും. അപ്പോൾ അത് കഴിഞ്ഞ് 7 മണിയാകുമ്പം അതെൻ്റെ ഒരു റുട്ടീൻ അങ്ങനെ തന്നെയാണ്. ഇപ്പം 7 മണിയാകുമ്പോൾ വന്ന് ആദ്യം ഈ വരാന്തയെല്ലാം വെള്ളം ഒഴിച്ചുവിട്ട് വൈപ്പ് ചെയ്തങ്ങിടും. അപ്പം അത് നല്ല വൃത്തിയായിട്ട് കിടക്കും. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ, എനിക്കൊരു പട്ടിക്കുട്ടനുണ്ട്. അവൻ ലാബ്രഡോറാണ് ബ്രീഡ്. അപ്പം നല്ലോണം പൂട ഒഴിയുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇതിലെല്ലാം അറുമാതിച്ച് കഴിയുമ്പോഴത്തേന് ഇവിടെ മുഴുവൻ പൂടയാണങ്ങ്. അപ്പം വെറുതെ നമ്മൾ തൂത്ത് കഴിയുമ്പം തൂക്കുന്നതിനൊപ്പം തന്നെ ചെറിയ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ തൂത്ത് അതേ സ്പീഡിൽ തന്നെ ഫുള്ള് ഇത് തിരിച്ചിങ്ങി വരും. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വൈപ്പ് ചെയ്ത് കളയുകയാണെങ്കിൽ ആ രോമം മുഴുവൻ നല്ല ഇതായിട്ട് അങ്ങ് പൊക്കോളും, താഴെ വീണിട്ടങ്ങ് കിടന്നോളൂല്ലോ. പിന്നെ നമ്മൾ അതെല്ലാം ഒന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ആ നിലത്തുനിന്ന് നമുക്കതിങ്ങനെ കട്ടിയായി കിട്ടും. അതങ്ങ് വാരി കളഞ്ഞാൽ മതി. അപ്പം മറ്റേതിനെക്കാട്ടിലും എളുപ്പം ഇതാണ്. പിന്നെ തറയും പിന്നെ സെപ്പറേറ്റ് പിന്നെ തുടയ്ക്കാനൊന്നും നിൽക്കണ്ടല്ലോ, വൃത്തിയായിട്ട് കിടന്നോളും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ കുറേ കാലമായിട്ട് ഇപ്പം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യമൊക്കെ തൂക്കുമായിരുന്നു, പിന്നെ തുടയ്ക്കുമായിരുന്നു. അപ്പോൾ എന്നാലും ഈ രോമം അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന കാണാമായിരുന്നു. അപ്പം ഇങ്ങനെ ചെയ്തപ്പം നമുക്ക് ഒറ്റ പണിയേ ഉള്ളൂ, തൂപ്പും തുടയും എല്ലാം കൂടെ ഒറ്റ പണിയേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഈ ഒരു രീതിയിലെടുക്കും.
ഈ വൈപ്പർ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. എനിക്ക് മുമ്പുണ്ടായിരുന്ന നമ്മുടെ സാധാരണ ഉള്ള രീതിയിലുള്ള അറ്റത്തൊരുമാതിരി സ്പോഞ്ച് പോലെ വരുന്നൊരു വൈപ്പറായിരുന്നു. അത് പക്ഷേ ഇത്രയും അങ്ങോട്ട് വെള്ളം പോവുകയില്ല. നമ്മൾ വൈപ്പ് ചെയ്താലും പിന്നെയും വെള്ളം കുറേ ഇങ്ങനെ വെള്ളമായിട്ട് തന്നെ കിടക്കുമായിരുന്നു. ഇത് പക്ഷേങ്കിൽ എന്ത് സിലിക്കോൺ പോലെ എന്തോ ഒരു സംഭവമാണ് അറ്റത്ത് ആ വൈപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് കാരണം തന്നെ നല്ല വൃത്തിയായിട്ട് വൈപ്പ് ചെയ്ത് കളയാൻ പറ്റുന്നുണ്ട് വെള്ളം. ഇന്ന് പിന്നെ ചെറിയൊരു വണ്ടി ക്ലീനിങ് കൂടെ ഇന്നൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോയപ്പം അവിടെ പറഞ്ഞോട്ടെ റോഡ് ഒരിത്തിരി മോശമാണ്. അപ്പം മഴയൊക്കെ പെയ്തിട്ട് റോഡിൽ മുഴുവൻ ചള്ളയെല്ലാം കൂടെ ചെറിയ ചെറിയ കുഴികളുണ്ടല്ലോ, അതിലെല്ലാം നിറച്ച് ചള്ളയൊക്കെ ആയിട്ട് അതിലൂടെയൊക്കെ വണ്ടി പോയി ശരിക്കും ചള്ള തെറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നോക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് അറിയാനില്ല. പക്ഷേങ്കിൽ സാമാന്യം നന്നായിട്ട് തന്നെ പുറം വൃത്തികേടായിട്ടുണ്ട്. ഞാനിത് വണ്ടി സർവീസ് ചെയ്യിച്ച് എനിക്ക് കിട്ടിയിട്ട് എനിക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ആകമൊക്കെ വൃത്തിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്, വലിയ കച്ചറയൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പുറം മാത്രം ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ ആണെങ്കിൽ അത്യാവശ്യം കുറച്ച് വെയിലും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഓർത്തൊന്ന് കഴുകി തുടച്ച് ഇടുകയാണെങ്കിൽ വെയിലത്ത് കിടന്നിട്ട് അതങ്ങ് ഉണങ്ങുകയും ചെയ്തോളും, നല്ല ഭംഗിയായിട്ട് കിട്ടുമല്ലോ എന്ന് വെച്ച് പരിപാടി തുടങ്ങിയതാണ്. ഞാനാണെങ്കിൽ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തും നമ്മുടെ ഹാൻഡ് വാഷ് ഇട്ടാണ് ചെയ്യാറുള്ളത്. മുമ്പ് ഷാമ്പു ഒക്കെ ഇട്ട് ചെയ്യുമായിരുന്നു, ഇപ്പം ഹാൻഡ് വാഷ് ഇട്ടാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ എനിക്ക് എളുപ്പമുണ്ട് കുറച്ചുകൂടെ. ആദ്യമൊക്കെ എനിക്ക് ഈ വണ്ടി കഴുകാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുകയില്ലായിരുന്നു. വല്ലപ്പോഴും ഇതുകൂട്ട് നമ്മുടെ വെളിയിൽ ഈ ക്ലീനിങ് സർവീസ് ഉണ്ടല്ലോ, വണ്ടിയൊക്കെ ക്ലീൻ ചെയ്യുന്ന കാർ ക്ലീനിങ്, അവിടെ കൊടുത്തിട്ട് വണ്ടി വൃത്തിയാക്കിച്ചെടുക്കുമായിരുന്നു ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം തന്നെ ഇതോട്ടൊന്ന് ഇച്ചിരി ഒന്ന് ചള്ള പറ്റി, അപ്പോൾ ഉടനെ ഇപ്പോൾ ക്ലീനിങ്ങുകാർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് എൻ്റെ ചെറിയ വണ്ടി ആയതുകൊണ്ട് അതിന് എനിക്ക് തോന്നുന്നു ഒരു ക്ലീനിങ്ങിന് 500 രൂപയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ വെറുതെ അങ്ങനെ പൈസ കളയണ്ടല്ലോ. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഞാൻ വെറുതെ ഇച്ചിരി സോപ്പൊക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ ആ സംഭവം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒന്ന് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് പിന്നെ ഞാൻ മാസത്തിലൊരിക്കലും വല്ലതും മറ്റേ ക്ലീനിങ്ങിന് വിടും. കാരണം ഇൻറ്റീരിയറൊക്കെ ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ വാക്യൂമൊക്കെ പിടിച്ച് മാറ്റൊക്കെ എടുത്ത് വെളിയിലിട്ട് തട്ടിക്കുടഞ്ഞ് അതൊക്കെ എനിക്ക് പാടാം. അതൊന്നും എൻ്റെ ആരോഗ്യം അത്രയ്ക്ക് അങ്ങോട്ട് സമ്മതിക്കുകയില്ല. പക്ഷേ ഈ ഒരു വെളിയിൽ ചെയ്യുന്നത് ഞാനിപ്പോൾ അങ്ങ് ചെയ്തെടുക്കും, അധികം അഴുക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ. ചില സമയം ഇതുകൊണ്ട് തന്നെ നല്ല മഴയൊക്കെ പെയ്ത് നമ്മൾ വണ്ടി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിട്ട് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന്, പ്രത്യേകിച്ച് ഞങ്ങൾ ജിമ്മിൽ പോകുന്ന ചിലപ്പോൾ ഒരു പുളിയുണ്ട്, ഒരു പുളിമരത്തിൻ്റെ കീഴിൽ കൊണ്ടിടുകയാണ്. പിന്നെ തിരിച്ച് വന്ന് മഴയും കൂടെ പെയ്തിട്ടുണ്ട്, പിന്നെ വണ്ടി നോക്കണ്ട, മുഴുവൻ ഒരു പുളിയിലയെല്ലാം വീണ് കഴിയുമ്പോൾ ഒരു കറ പോലെ വരുമല്ലോ, അതെല്ലാം കൂടെ വന്നിട്ട് വണ്ടി ഭയങ്കര വൃത്തികേടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയം ഞാൻ കുറേ ഉരച്ചിട്ടും വൃത്തിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയം മാത്രം വണ്ടി ക്ലീനിങ്ങിന് വിടും. അല്ലെങ്കിൽ ഇൻറ്റീരിയറൊക്കെ ഒത്തിരി വൃത്തികേടായിട്ടുണ്ട്, ഇൻറ്റീരിയർ ക്ലീനിങ് ചെയ്യണമെങ്കിൽ അപ്പം വിടും. ഇങ്ങനെയായാലും മാസത്തിൽ ഒരിക്കൽ ഇപ്പോൾ കാർ വാഷിന് വിടാറുള്ളൂ. ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്ന പണികളാട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെയൊക്കെ പണി ചെയ്യാൻ. അതും എനിക്കങ്ങനെ ആരും കൂടെ ചെയ്യണമെന്നതിന് താല്പര്യമില്ല, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം. ഇതൊന്നല്ല, എനിക്ക് എല്ലാ പണികളും, ഇപ്പോൾ കിച്ചണിലെ ജോലി ആയിക്കോട്ടെ, ഏത് പണിയായാലും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം. എന്നാലേ എനിക്ക് എൻ്റെ പണികൾ അങ്ങോട്ട് നീങ്ങുള്ളൂ. വേറൊരാൾ ചെയ്യുമ്പോഴല്ലോ എനിക്ക് ചിലപ്പോൾ അവർ ചെയ്യുന്നത് ഇഷ്ടപ്പെടില്ല. ഞാൻ ചെയ്യുന്ന ഒരു രീതിയിലല്ലായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ പിള്ളേരെ കൊണ്ടൊക്കെ ഞാൻ മുമ്പ് ചെയ്യിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവർക്കങ്ങ് കൊടുക്കും, അവർ മാത്രമായിട്ട് ചെയ്യാൻ പറയും. ഞാനോട് ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ അവർ ചെയ്യുന്നത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലും പറയുമ്പം അവന്മാർ വഴക്കുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്നിൽ അവരുടെ കൊടുക്കും, ഫുള്ള് നിങ്ങൾ ചെയ്തോളാൻ പറയും. നമ്മളതിനകത്ത് അഭിപ്രായമൊന്നും പറയില്ല, പിള്ളേർക്കും ജോലി ചെയ്ത് പഠിക്കണമല്ലോ. അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യും. ചില സമയങ്ങളിലൊക്കെ നല്ല ഒരു റിലാക്സിങ് ആണ് ഇങ്ങനത്തെ പണികൾ ചെയ്യുന്നത്. നേരത്തെ ഞാൻ മറ്റേ ഫ്ലോർ വൈപ്പിങ് പറഞ്ഞില്ല, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പണിയാണ്. വെള്ളം ഒഴിച്ചിങ്ങനെ വൈപ്പ് ചെയ്യുന്ന ഒരു നല്ല രസമല്ലേ അത് ചെയ്യാൻ. അപ്പം പിന്നെ കിച്ചണിലായാലും ശരി, ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. എനിക്ക് ഈ കറിയൊക്കെ വെക്കുമ്പം എനിക്ക് വേറൊരാളോട് കൂടിയിട്ട് അത് ചെയ്യുമ്പോഴല്ലോ ഞാൻ വെക്കുന്ന കറി ഒക്കില്ല. ഞാൻ തന്നെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ വേറൊരാൾ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ആ കറിയുടെ ആ ഒരു ടേസ്റ്റ് വരില്ല, എന്താണെന്നറിയില്ല. പക്ഷെ അത് ശരിയാവില്ല. അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവർക്കും അറിയാം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ആരും എന്നെ ശല്യപ്പെടുത്താൻ വരാറില്ല. വെറുതെ ഇരുന്ന് വർത്താനം പറയാം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ആരെങ്കിലും ഞാൻ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവരെ വർത്താനം പറയുന്നത് കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് അവർ വന്നിങ്ങനെ വർത്താനവും പറഞ്ഞ് ഇരിക്കും, ഞാൻ കുക്ക് ചെയ്യും. ആ രീതിയിലേ ചെയ്യാറുള്ളൂ. ഇപ്പം വണ്ടിയൊക്കെ അത്യാവശ്യം ഒന്ന് സോപ്പൊക്കെ ഇട്ട് ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഇട്ടു. ഇനിയിപ്പം വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കഴുകി തുടച്ച് അത്രയേ ഉള്ളൂ.
അല്ലാതെ ഭയങ്കര വലിയ ക്ലീനിങ്ങും പരിപാടികളൊന്നുമില്ല. എൻ്റെയാണ് ഓസ് ഒന്ന് കുറച്ച് പൊട്ടിയിരിക്കുകയാണ്. ആദ്യം ഒരു ഭാഗത്തെ പൊട്ടിയിട്ടുള്ളായിരുന്നു, പിന്നെ അത് 2 ഭാഗമായി. അത് മോൻ എനിക്കൊന്ന് ബൈക്കും കൊണ്ട് പോകുമ്പോൾ അതേ കയറ്റുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ പൊട്ടിയിട്ട് വരുന്ന വെള്ളത്തിന് ഫോഴ്സ് തീരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നല്ല ഫോഴ്സാണ്, എളുപ്പമുണ്ടല്ലോ അടിച്ച് വെച്ച് കഴുകാനേ. ഇപ്പോൾ വണ്ടിയെല്ലാം നല്ല കുട്ടപ്പനാക്കി കഴുകി. ഇതാ ഞാൻ പറഞ്ഞ എൻ്റെ ഓസ് വെള്ളച്ചാട്ടം കണ്ടോ, 2 സൈഡിലോട്ട് ഭയങ്കര ആ ഫോഴ്സ് ഈ അറ്റത്തൂടെ വരുന്നുണ്ടായിരുന്നു. എന്ത് എളുപ്പമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വണ്ടി ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനി വേണം രാവിലത്തെ ഒരു കാപ്പി തൊട്ട് കുടിക്കാൻ. ഇത് ഒരു കിണ്ണത്തപ്പമാണ്. ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ബേക്കറിയിൽ തൈര് വാങ്ങിക്കാൻ പോയപ്പം അവിടുന്ന് വാങ്ങിച്ചതാണ്. സംഭവം കൊള്ളാം, സോഫ്റ്റൊക്കെ. പക്ഷേ എനിക്കിത് ഭയങ്കര മധുരം പോലെ തോന്നി. അപ്പം അതുകൊണ്ട് ഒരു പീസേ കഴിച്ചുള്ളൂ. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ. ഞാൻ പിന്നെ വണ്ടിയൊക്കെ അതിന് മുന്നേ പെട്ടെന്ന് എടുത്ത് അകത്ത് കയറ്റിയിട്ടു, ഷെഡിൽ കയറ്റിയിട്ടു. ഭയങ്കര മഴയായിരുന്നു. അത്രയും നേരം വെയിൽ നിന്നതും കൂടെ മാറിയിട്ട് മഴ. അപ്പോൾ ഈ മഴയൊക്കെ കണ്ട് കാപ്പിയും കിണ്ണത്തപ്പവും ഒക്കെ കഴിച്ച് ഇരിക്കട്ടെ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവേതൊന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. Love you all. Bye.